മിസ്സാണ്. അപ്പൊ മക്കളെ, ഇനി നമുക്ക് എക്സാംസിന്റെ കാലാണ് വരാൻ പോകുന്നത് അല്ലെ. ഒരുപാട് ടെൻഷനൊക്കെ നിറഞ്ഞ ദിവസങ്ങളാണ് ഇനി നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് മക്കൾ പറഞ്ഞിട്ടുണ്ട്, മിസ് എത്ര പഠിച്ചിട്ടും മാത്സിന് മാത്രം മാർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് മാത്സ് മാത്രം ഇത്ര വില്ലനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്? അപ്പൊ നിങ്ങൾ എവിടെയോ എന്തോ ഒന്ന് മിസ്സായി പോകുന്നുണ്ട്. പഠിക്കുന്നതൊക്കെ അടിപൊളിയാണ്, പക്ഷെ എക്സാമിന്റെ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇക്വേഷൻ മറന്നു പോവുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവാതിരിക്കുക, അല്ലെ ആൻസർ ചെയ്ത് വരുമ്പോൾ തെറ്റി പോവുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് മാത്സിന് മാർക്ക് നഷ്ടമാകുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ എക്സാമിന്റെ സമയത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എക്സാമിന് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മേക്കിംഗ് എ ഷീറ്റ് ഓഫ് ഫോർമുലാസ് ആൻഡ് റിവൈസ് ബിഫോർ എക്സാം. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞ നിങ്ങളൊരു സാധനം കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചീറ്റ് നോട്ട്സ്ന്നോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും എക്സാമിന് പോകുമ്പോൾ കോപ്പി അടിക്കാനുള്ള സാധനമല്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക, ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ ന്യൂസ് പ്രിന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ ഏതെങ്കിലും ഒരു പേജിൽ ഓരോ ചാപ്റ്ററിൽ മാത്സിൽ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററിലെ ഇക്വേഷൻസ് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇത് എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാം മീൻസ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിളിന്റെ മുകളിൽ നിങ്ങൾ അതങ്ങ് ഒട്ടിച്ച് വെക്കണം. ഓക്കെ, ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പഠിക്കാൻ പോകുന്നതിന് മുമ്പ്, ചിലപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇംഗ്ലീഷ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക, എന്നാലും ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നതെങ്കിൽ കൂടി ആ ഇക്വേഷൻസ്, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള ചാപ്റ്റർ വരെയുള്ള എല്ലാ ഇക്വേഷൻസ് നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് എന്തിനാ എല്ലാ ദിവസവും വായിക്കുന്നത്? ഇത് വായിച്ച് എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പോലും മറന്നു പോയത് കാരണം മാർക്ക് നഷ്ടപ്പെടില്ല. ഇക്വേഷൻ അറിയാത്തത് കൊണ്ട് മാർക്ക് നഷ്ടപ്പെടുന്ന പ്രശ്നം വരില്ല. ഇക്വേഷൻസ് ഡെയിലി നമ്മൾ വായിക്കുക, ഇത് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അതായത് എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം അതിലൂടെ റിവൈസ് ചെയ്ത് വെക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മേക്കിംഗ് എ ഷീറ്റ് ഓഫ് ഫോർമുലാസ്. ഇതിന് നമുക്ക് മൈൻഡ് മാപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാം ഷോർട്ട് നോട്ട്സ് എന്ന് പറയാം, ചീറ്റ് നോട്ട്സ് എന്ന് പറയാം. ഇതൊക്കെ എന്താണ്, നമ്മൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാതെ ഷോർട്ട് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി വെക്കുന്നതാണ്. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇതെല്ലാരും ചെയ്തു നോക്കുക. നമ്മൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് ഇത് ഒട്ടിച്ചു വെക്കുക. എന്തായാലും അതിലൊരു ഇക്വേഷൻസ് മറന്നു പോയത് കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വിടേണ്ട ഒരവസ്ഥ വരില്ല. രണ്ടാമത്തെ കാര്യം, അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് മാത്ത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ലീവ് ഉള്ള ദിവസങ്ങളിൽ മാത്സ് പഠിക്കുക വരുമ്പോ എന്തായി പഠിക്കണ്ടേ? മക്കളെ, ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എന്താ മിസ് ഈ ബേസിക് ആയ കാര്യങ്ങൾ? എടാ, നമ്മളുടെ സ്ക്വയർ നമ്പേഴ്സ്, അതായത് 2x2, 4x4, 6x6, അങ്ങനെ സ്ക്വയർ നമ്പേഴ്സ്, ഒരു 20 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് പഠിക്കാം, ക്യൂബ് നമ്പേഴ്സ് പഠിക്കാം, ഫ്രാക്ഷൻസിന്റെ അഡിഷൻ സബ്ട്രാക്ഷനും പഠിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ വലിയ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെയാണ് ബേസിക്സ് എന്ന് പറയുന്നത്. അഡിഷൻ, സബ്ട്രാക്ഷൻ, നെഗറ്റീവ് നമ്പേഴ്സിന്റെ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, മാത്സ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇത് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പല പ്രോബ്ലംസും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കിലോഗ്രാമിനെ ഗ്രാമിലാക്കാനും കിലോമീറ്ററിനെ മീറ്ററിലും സെന്റിമീറ്ററിലാക്കാനും ഇതൊക്കെ ബേസിക് ആയ മാത്സ് ആണ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വന്ന സാധനങ്ങളാണ്. അതൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് നമുക്ക് ആൻസേഴ്സ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഈ ലീവ് ഉള്ള ദിവസങ്ങളിൽ, വെക്കേഷനിലൊക്കെ ഈ ബേസിക് മാത്സ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഉള്ളത് പ്രാക്ടീസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ക്ലാസ്സിൽ കേൾക്കും, 2-3 പ്രാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്തു നോക്കാം. ഒരു പ്രാവശ്യം ക്ലാസ്സിൽ ടീച്ചർ എടുക്കും, നമ്മൾ എല്ലാം മനസ്സിലായി അല്ലേ? പക്ഷെ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ അതിലൊരു കാര്യമില്ല. നിങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ ഒരു പ്രാവശ്യം ആരുടെ സഹായവും ഇല്ലാതെ മക്കൾക്ക് എപ്പോഴാണോ ആ ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മാത്രമാണ് ആ ചാപ്റ്ററിൽ ആ ചോദ്യം നിങ്ങൾ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ ആ കേട്ടു മനസ്സിലാക്കി, പക്ഷെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ ചോദ്യം ഒറ്റയ്ക്ക് ചെയ്തു നോക്കണം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എടുക്കുക, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, സ്റ്റക്ക് ആവുന്നോടത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് എടുക്കുക, പിന്നെയും ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക.
ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ദി ഇമ്പോർട്ടന്റ് തിങ്, അണ്ടർസ്റ്റാൻഡ് മാത്ത് ഇൻ യുവർ ലാംഗ്വേജ്. അതായത് ഒരിക്കലും മാത്ത് ബൈ ഹാർട്ട് പഠിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കംഫർട്ടബിൾ ആയ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ മാത്സ് പഠിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ടെക്സ്റ്റ് ബുക്കിൽ മുഴുവൻ ഇംഗ്ലീഷ് ആണ്, അപ്പൊ എങ്ങനെ? അപ്പൊ നിങ്ങൾ ആ ഇംഗ്ലീഷിൽ വായിച്ച സാധനം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് പോലെ നിങ്ങൾ പറഞ്ഞു നോക്കുക. അതായത് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ അനിയത്തിനെ പിടിച്ചിരുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മാത്സ് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ അറിവ് വരുന്നത്. അപ്പൊ നിങ്ങൾ അതേപോലെ നമ്മളുടെ ലാംഗ്വേജിൽ മാത്സ് ഒന്ന് പഠിച്ചു നോക്കുക, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഓർത്തിരിക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നല്ലൊരു ചേഞ്ച് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് താഴെ അറിയിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം സോൾവ് ചെയ്യാനുള്ള ഇതേപോലത്തെ ടിപ്സുമായിട്ട് ഇനിയും വരാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.